ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പാൻറ്റിൻ്റെ സ്ലിറ്റ് എങ്ങനെയാണ് തയ്ക്കാന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. സാധാരണ നമ്മൾ ഇവിടെ വരെ അടിച്ചിട്ട് ചുരിദാറിൻ്റെ പാൻറ്റ് പോലെ അല്ല ചുരിദാറിൻ്റെ സ്ലിറ്റ് ഇടുന്നത് പോലെ നമ്മളിവിടെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കാറുണ്ട്. അതിൽ നല്ല നീറ്റായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു എളുപ്പവിദ്യ കാണിച്ചു തരാം. അപ്പോൾ 2.5 ഇഞ്ചാണ് ഞാനിവിടെ മടക്കി അടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പാൻറ്റിൽ 2.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2.5 ഇഞ്ച് അടിക്കുന്നതിൻ്റെ ഒരു 1.5 ഇഞ്ച് മുകളിൽ ഞാൻ മാർക്ക് ചെയ്യാണ്. 1.5 ഇഞ്ച് മുകളിൽ. അപ്പോൾ ഞാനിത് സീം അലവൻസ് 1/2 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അതേ സീം അലവൻസിൽ വേണം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്. 1/2 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ താഴെ മടക്കി അടിക്കാൻ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ 1.5 ഇഞ്ചെങ്കിലും മുകളിലായിട്ട് ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ മുകളിലേക്ക്. നമ്മളിങ്ങനെ 2 സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വരെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാൻറ്റിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് നീക്കി ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുക. അത് നമ്മളിങ്ങനെ മടക്കി അടിക്കുമ്പോൾ ഇവിടേക്ക് ഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടിക്കുമ്പോൾ ഇവിടെ പകുതി വരെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ താഴ്ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് അങ്ങോട്ട് നീക്കിയിട്ട് വേണം, ചെരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ ഫോൾഡ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് ഈ 2 ഭാഗവും ഇതിങ്ങനെ നിവർത്തിയിടാണ്. ഇതിൻ്റെ ഈ 2 പീസിൻ്റെ തുല്യ അളവിൽ തന്നെ വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. ഞാനൊരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വിടുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വരെ ആകാം. ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡും ഒന്ന് അടിച്ചെടുക്കുകയാണ്. 2 സൈഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എത്രയാണോ സീം അലവൻസ് വിട്ടിരിക്കുന്നത് 1/2 ഇഞ്ച്, അതേ 1/2 ഇഞ്ചിൽ തന്നെ വേണം മാർക്ക് ചെയ്ത് തന്നെ ചെയ്യാം. അതേ 1/2 ഇഞ്ചിൽ നമ്മൾ ഈ 2 പീസും കൂടെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഒരു നമ്മളിപ്പോൾ ഈ മടക്കിയിരിക്കുന്ന ഭാഗം വരെ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചിൽ തന്നെ വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അത് അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴും നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രശ്നം വരും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതേ അളവിൽ തന്നെ നമ്മൾ ചെയ്യാം. ഒന്ന് ഒരു ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഇനി ഈ 2 പോർഷനും നമ്മൾ ഇങ്ങനെ പിടിക്കുകയാണ്. നമ്മൾ നേരത്തെ അടിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്ന ആ ഭാഗമല്ലേ, അവിടെ വരെ ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മൾ മടക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഭാഗം വരെ ഇങ്ങനെ ഈ 2 സൈഡുമാണ് ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ കുറച്ച് ഓപ്പൺ ആയിട്ട് സ്പേസ് കിടക്കുന്നുണ്ടല്ലോ. നമ്മളിതാ ഇവിടെ 2.5 ഇഞ്ച് മടക്കി തയ്ക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിൻ്റെ അവിടെ വരെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോരണ്ട, ഇവിടെ വരെ അടിച്ച് നിർത്തുക. ഇതും ആ 1/2 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ. ഈ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിൻ്റെ ഈ ഭാഗത്തേക്ക് അത്ര അടുപ്പിക്കേണ്ട, ഡബിൾ സ്റ്റിച്ച് ചെയ്ത് തന്നെ നിർത്താം. അതുപോലെ തന്നെ ഈ സൈഡും
1/2 ഇഞ്ചിൽ തന്നെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് ഇങ്ങനെ വിടർന്ന് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. 2 സൈഡും നമ്മളിതാ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് അടിച്ചിട്ടില്ല, 2 ഭാഗവും ഇവിടെ വരെയാണ് അടിച്ച് നിർത്തിയിട്ടുള്ളൂ. ഇനി നമുക്കിത് ഇതാ ഇങ്ങനെ ഇതിൻ്റെ ഉൾഭാഗം നമുക്കിങ്ങനെ തിരിച്ചെടുക്കാം. കണ്ടോ, 2 സൈഡും ഇതിൻ്റെ ഉൾഭാഗം നമ്മൾ തിരിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഷാർപ്നെസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കൊണ്ട് നമുക്കിതിങ്ങനെ പോയിന്റ് ചെയ്തെടുക്കാം. ഇതിനി ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് എവിടെയും കാണുന്നില്ല, നല്ല നീറ്റായിട്ട് നമുക്കിത് കിട്ടുന്നുണ്ട്. ഇനി ഇത് വേറൊന്നും ചെയ്യേണ്ട. അതാ നമ്മൾ 2 ഇഞ്ചിൽ മടക്കി അടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ അളവിൽ തന്നെ ഇതിങ്ങനെ ചെരിച്ച് വെട്ടിയത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഇവിടെ ഇത്രയും അളവിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടിയത്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഈ കട്ടിങ് ഭാഗം ഇവിടെ വരെ വന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക, ഇവിടെ വരെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അടിച്ചു വരുമ്പോഴും 1/2 ഇഞ്ചാണല്ലോ ഇവിടെ സീം അലവൻസ് ഉള്ളൂ. അപ്പോൾ അത് അടിച്ചു വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമുക്ക് 2 സൈഡും അടിച്ചെടുക്കാം. ഇതാ എല്ലാ അളവുകളും അതേ സെയിം അളവിൽ നമ്മൾ 1/2 ഇഞ്ചിൽ തന്നെ ചെയ്തത് കൊണ്ടാണ് ഇവിടുത്തെ ഈ കട്ടിങ്ങും നമ്മുടെ ഈ ജോയിനിങ്ങും എല്ലാം അതേ പോയിന്റിൽ തന്നെ വന്നിരിക്കുന്നത്. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മുടെ അളവ് എങ്ങോട്ടെങ്കിലും ഒന്ന് ചെറുതായി മാറിയാൽ തന്നെ അതിന് വ്യത്യാസം വരും. പിന്നെ വലിച്ചു പിടിച്ചടിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കില്ല, പാൻറ്റിൻ്റെ ഈ ഭാഗം കറക്റ്റായിട്ട് നിൽക്കില്ല. ഇതാ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങും ഇതും ഈ സ്റ്റിച്ചിങ്ങും ഒന്നും വേറെ സെപ്പറേറ്റ് കാണില്ല, നല്ല നീറ്റായിട്ട് തന്നെയുണ്ട്. ഇതിനെ ഒന്ന് അയൺ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്കിത് വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.